പോലീസും കള്ളനും കളിക്കുമ്പോഴത്തേനും പോലീസിന്റെ തൊപ്പിയാണ് ഈ കാണുന്നത്. അതെ, പോലീസിന്റെ തൊപ്പി. ഇതൊക്കെ പാമ്പ്, അത് ഓലപ്പാമ്പ്. പണ്ട് നമ്മൾ പറഞ്ഞു ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കില്ലെന്ന് ഇന്ന് പറയും. പക്ഷെ ഓലപ്പാമ്പ് എന്ന് പറഞ്ഞാൽ പിള്ളേരെ കളിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമായിരുന്നു. ഇത് അടുക്കളയില് ആഹാര സാധനങ്ങൾ പാചകം ചെയ്തിട്ട് പൂച്ചയും എലിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി പഴയ അമ്മമാര് കുഴിച്ചു വയ്ക്കുന്ന ഇതിലാണ്. അത് കാറ്റാടി. അത് പല്ലം, കന്നുകാലിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല്ലം. ഇത് തൊപ്പി ഈ പുല്ല് പറിക്കാൻ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ തലയിൽ പുല്ല് പറിക്കുമ്പോഴും കൃഷിപ്പണി ചെയ്യുമ്പോഴും കർഷകനായ സമയത്ത് അത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന തൊപ്പിയാണ് ഈ സാധനം. ഇതായത് ഇങ്ങനെയാണ് സാധനം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതാകുമ്പോൾ നല്ല പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റത്തടിച്ച് പറന്നു പോകുന്ന പേടിക്കണ്ട. കൃഷിക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. ഇതെന്താണ്? അത് പൂക്കൂട. അത് ഇന്നത്തെ സാധനമാണ്, അന്നത്തെ അല്ല. അത് നമ്മളിപ്പോ ടേബിൾ ഷീറ്റായിട്ട് ഉപയോഗിക്കാം. ഡൈനിങ് ടേബിളിലൊക്കെ സാധാരണ ഇപ്പോൾ ചിലപ്പോൾ തുണി വയ്ക്കുന്നിടത്ത് ഓലയുടെ ഒരു ഡിസൈൻ വേണം തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് അതിന്റെ പുറത്തു. ഇത് പഴയ പാളച്ചെരുപ്പാണ്. ചെരുപ്പ്. അത് പാളയിലുണ്ടാക്കിയ സാധനം. ചേട്ടൻ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയത് ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അതോ ഇപ്പൊ ഇതിന് വേണ്ടി ഉണ്ടാക്കിയതാണോ? ഞാൻ ഇതിന് വേണ്ടി ഉണ്ടാക്കിയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് എന്റെ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മളെ വിദ്യാധിരാജ സ്കൂള്, അതുപോലെ റോട്ടറി ക്ലബിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യിച്ചിരുന്നു. വെറുതെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടി. ഇത് വിൽപ്പനയ്ക്കുള്ളതല്ല, കാണാൻ വേണ്ടിട്ട് അറിഞ്ഞൂടാ, കുട്ടികൾക്ക് അറിഞ്ഞൂടാത്തോണ്ട് അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് മേശം പണിയാണ് ജോലി. മേശം പണിയാണ്. അതെ, ഇത് കണ്ണാടി. പറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതെ. ഇനി അടുത്ത റൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞതാ വാച്ച്, കയ്യിൽ കെട്ട. ഇത് കുട്ടികളെ കളിക്കുന്ന സാധനമല്ല. അത് കൊച്ചെങ്ങ കുട്ടികൾ കളിക്കുന്ന തന്നെ. അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഇതുണ്ടല്ലോ, ഇങ്ങനെ കിടക്കുമ്പോൾ സൗണ്ട് കേൾക്കും. അത് നമ്മൾ ഇല എങ്ങോട്ട് വെക്കാൻ തോന്നുന്നില്ലേ? ഒരു ഇല വയ്ക്കുമ്പോഴത്തേന് അതിന്റെ പാട് വീഴും. തുണി തയ്ക്കുന്ന അതേ രീതിയിൽ ഇല വയ്ക്കുമ്പോഴത്തേന് പാട് വീഴും. തുണി തയ്ക്കുന്ന